മറ്റൊന്ന് നമുക്കറിയാം, ആഭ്യന്തര സംഘർഷങ്ങളാൽ വീർപ്പുമുട്ടുന്ന, സാമ്പത്തികമായി നട്ടെല്ല് തകർന്നിരിക്കുന്ന, അരക്ഷിതാവസ്ഥയിലുള്ള ഒരു രാജ്യമാണ് നമ്മുടെ അയൽ രാജ്യം. 40%-ലധികം ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് പട്ടിണി കിടക്കുന്ന ഒരു രാജ്യം എന്നുകൂടി വിശേഷിപ്പിക്കാം. അവിടെയാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ, അവരുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമായ ബലൂചിസ്ഥാനിൽ സ്ഫോടനമുണ്ടാകുന്നു. 10 സൈനികർ കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം ബലൂജ് നാഷണൽ ആർമി, ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുക്കുന്ന പശ്ചാത്തലം. അങ്ങനെ ഈ ആക്രമണം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശക്തമായ തിരിച്ചടികൾ കൂടി അഭിമുഖീകരിക്കുകയാണ് ആ രാജ്യം. വരും ദിവസങ്ങളിലും സമാനമായി ഈ ബലൂചിസ്ഥാൻ പ്രദേശത്തിൻ്റെയൊക്കെ പ്രത്യേകത നമുക്കറിയാം. അവിടെ ഈ ആക്രമണത്തിനെതിരെ, ജമ്മു കാശ്മീർ ആക്രമണത്തിനെതിരെ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ച, ഇന്ത്യയോട് കൂറ് പുലർത്തുന്ന ജനങ്ങളുള്ള സ്ഥലമാണ്. അവിടെ അടക്കം ഇതിനെതിരെ വലിയ തരത്തിലുള്ള വികാരമുണ്ട്. അത് പ്രതിഫലിക്കുകയാണ് ആ രാജ്യത്ത്. വരും ദിവസങ്ങളിൽ അത് ശക്തമാവുകയും ചെയ്യും. രാകേഷ്, അതനുസരിച്ച് പാകിസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. പ്രത്യേകിച്ച് അവിടെ പാക് സൈന്യത്തിനെതിരെ ശക്തമായ നിലപാടുണ്ട്. പാക് സർക്കാരിനെതിരെ ശക്തമായ നിലപാട് കാലങ്ങളായി മുന്നോട്ട് പോകുന്നവരാണ്. അവിടെയാണ് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ 10 പാക് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ക്വറ്റയിലാണ്, ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ക്വറ്റയിലാണ് ഈ ആക്രമണം നടക്കുന്നത്. റിമോട്ട് ഘടിപ്പിച്ച IED ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നത്. അക്കാര്യം ബലൂച്ച് ലിബറേഷൻ ആർമി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ വ്യക്തമാക്കിയ കാര്യം, പാക് സൈന്യം അവരുടെ ശത്രുക്കളാണ്, അതുകൊണ്ട് തന്നെ അവർക്കെതിരായ നിലപാട് തുടരും, പോരാട്ടം തുടരുമെന്ന് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും തുടർച്ചയായി ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന 3ാമത്തെ ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ബലൂചിസ്ഥാനിൽ ആക്രമണം നടന്നിരുന്നു. അന്ന് 2 പേരാണ് ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെടുകയും ചെയ്തത്. കാലാട്ട് എന്ന് പറയുന്ന ജില്ലയിലാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത്. അതും സമാനമായ രീതിയിൽ ബോംബ് പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു. അന്ന് ഈ വാഹനത്തിലാണ് അത് പതിച്ചത്. ആ വാഹനത്തിൽ യാത്രക്കാരായിരുന്ന 3 പേരാണ് കൊല്ലപ്പെട്ടത്. അതിന് തൊട്ട് മുമ്പുള്ള ദിവസം 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയും സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടായി. അവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അന്ന് 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. അങ്ങനെ ബലൂചിസ്ഥാനിൽ നിരന്തരം ഇത്തരത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്, പാക് സൈന്യത്തിന് നേരെ ആക്രമണം നടക്കുന്നുണ്ട്. അത് തുടർക്കഥയായി അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നത് കൂടി ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. രഞ്ജിത്ത്, ബലൂചിസ്ഥാനിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാന്റെ സുപ്രധാനമായ തന്ത്രപ്രധാനമായ മേഖലയിൽ 10 സൈനികരാണ് കൊല്ലപ്പെട്ടത്. നമുക്കറിയാം, എല്ലാ വർഷവും നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ കൊല്ലപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്, രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ജനങ്ങളുടെ ജീവന് യാതൊരു സുരക്ഷയുമില്ല. പട്ടാള ഭരണം ജനാധിപത്യമാണെന്ന് പുറമേ പറയുമ്പോൾ പോലും പട്ടാളം നിയന്ത്രിക്കുന്ന ഒരു സ്ഥലം. സമീപ ദിവസങ്ങളായി പല പട്ടാള മേധാവികളുടെയും പ്രകോപനപരമായ പ്രസ്താവനകൾ വലിയ തോതിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഭീകരവാദം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത് അമേരിക്കയുടെ പ്രേരണയിലാണ് എന്ന് പോലും പറയുന്ന സാഹചര്യമൊക്കെ ഒരുങ്ങിയിരുന്നു. അങ്ങനെ ആകെ അരക്ഷിതാവസ്ഥയിലായ ഒരു രാജ്യം വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അവരുടെ നട്ടെല്ല് തകർക്കാൻ പര്യാപ്തമായ തരത്തിലുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിക്കുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ അത് തുടരുകയും ചെയ്യും. ER രാകേഷാണ് വിശദമായി ഈ വിവരങ്ങൾ പങ്കുവച്ചത്.